നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ 73.26% പോളിംഗ് രേഖപ്പെടുത്തിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ സംബന്ധിച്ചാണ് ഇരു മുന്നണികളുടെയും പ്രധാന ചർച്ച. അൻവർ രണ്ട് ഭാഗത്തു നിന്നും വോട്ടുകൾ ചോർത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇരു മുന്നണികൾക്കും തർക്കമില്ല. എന്നാൽ തുറന്നു സമ്മതിക്കാൻ ഇരുപക്ഷവും തയ്യാറാകുന്നില്ല. പോത്തുകൽ, കരുളായി, അമരമ്പലം, വഴിക്കടവ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും കാര്യമായ അടിയൊഴുക്കുകൾ PV അൻവറിന് ഉണ്ടായിട്ടുണ്ടെന്ന് ഇരുപക്ഷവും കരുതുന്നു. ചുങ്കത്തറ, മൂത്തേടം, എടക്കര പഞ്ചായത്തുകളിലും അൻവറിന് തെറ്റില്ലാത്ത വോട്ടുകൾ ലഭിച്ചേക്കും. അൻവർ 5000-ൽ കൂടുതൽ വോട്ടുകൾ പിടിക്കില്ലെന്ന് ആദ്യം വിലയിരുത്തിയ പ്രധാന മുന്നണികൾ ഇപ്പോൾ 10,000 മുതൽ 15,000 വരെ പിടിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. വന്യമൃഗശല്യം, UDFന്റെ ജമാഅത്തെ സഖ്യം എന്നിവയെല്ലാം അൻവറിന് നേട്ടമാകും. ഇരു മുന്നണികളും ഒറ്റപ്പെടുത്തിയ അൻവറിന് അനുകൂലമായി സഹതാപ വോട്ടുകളും ഉണ്ടായിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നു. അൻവർ പിടിക്കുന്ന വോട്ടുകൾ തന്നെയായിരിക്കും നിലമ്പൂരിന്റെ വിധി നിർണ്ണയിക്കുക. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും PV അൻവർ നേടിയ വോട്ടുകൾ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. UDF പരാജയപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം ഏറ്റവും നേരിടേണ്ടി വരിക പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും. ജയിച്ചാൽ അദ്ദേഹം കോൺഗ്രസിൽ എതിരില്ലാത്ത നേതാവായി മാറും. PV അൻവറിലൂടെ 29 വർഷത്തിന് ശേഷം തിരിച്ചുപിടിച്ച മണ്ഡലം M സ്വരാജനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും നിലനിർത്താനായില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കനത്ത പ്രഹരമാകും. ആര് തോറ്റാലും രാഷ്ട്രീയമായി അത് PV അൻവറിന് നേട്ടമാകും. ആര് ജയിച്ചാലും ഭൂരിപക്ഷം 5000 കടക്കില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ ചാനൽ നിലമ്പൂർ.